അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തെല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ല. പിന്നെ എൻ്റെ വീഡിയോ ഏതൊരു മാതാപിതാക്കളോ പെങ്ങന്മാരോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ അവരുടെ മൊബൈലിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നിങ്ങൾ നമ്മളെ മാതാപിതാക്കളുടെ പെങ്ങന്മാരൊക്കെ ജീവിതം ചുമരിൻ്റെ മേലെ തലടിച്ച് തീരാനോ ആത്മഹത്യ ചെയ്യാനോ മരിക്കുന്നതുവരെ കരഞ്ഞു തീർക്കാനുള്ളതല്ല, അന്തസ്സായിട്ട് അഭിമാനത്തോട് കൂടി ജീവിച്ച് മരിക്കാനുള്ളതാണ് നമ്മളൊക്കെ. നമ്മളെ ആൺമക്കളുടെ കാരണം എത്ര മാതാപിതാക്കൾ ദിവസങ്ങളോളം കരഞ്ഞിട്ട് സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. ഒറ്റ കാരണമുള്ളൂ, ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളറിയാത്ത മക്കളോടാണ് പറയുന്നത്. കേട്ടിട്ട് ഇതിൽ എത്ര സത്യം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വരുന്നിട്ട് നമ്മൾ കഞ്ചാവ് വലിക്കണമെന്നോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്നില്ല. നമ്മളെ കൂടെ നടക്കുന്ന കൂട്ടുകാർ എത്രത്തോണ്ട് ശുദ്ധനാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അവൻ വല്ല കച്ചവടക്കാരനാവും, അല്ലെങ്കിൽ വലിക്കുന്ന ആളാവും, നമ്മൾ വലിക്കാത്ത ആളാവും. നമ്മൾ അവരുടെ കൂടെ പോകുമ്പോൾ അതല്ലാച്ചെങ്കിൽ നമ്മൾ അറിയാതെ ഒരുപാട് സാധനം അവൻ്റെ കയ്യിലുണ്ടാവും. നമ്മളെ വണ്ടിയിലാവും വരിക, അല്ലെങ്കിൽ അവൻ്റെ വണ്ടിയിൽ നമ്മൾ പോവും. ആ പോണ സമയത്ത് പോലീസോ ആരെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവൻ്റെ ആ കേസിൽ ഇൻക്ലൂഡിങ് ആണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. അത് മക്കൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതിനെക്കുറിച്ചിട്ട് ഒരു ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വർഷം നമ്മൾ ജയിലിൽ കിടക്കണം, എത്ര ലക്ഷം രൂപ നമുക്ക് വേണം, നമ്മളുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോകും. പിന്നെ ആ അഭിമാനം നമ്മൾ തിരിച്ചെടുക്കണമെങ്കിൽ എന്നാണ് നമ്മൾ തിരിച്ചെടുക്കുക, എത്ര വർഷം വേണം? അത് ജനങ്ങളുടെ ഇടയിൽ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? നമ്മളെ പെങ്ങന്മാരെ കെട്ടിക്കണം, നമ്മളെ അനിയന്മാരെ വിദ്യാഭ്യാസം, മറ്റുള്ള കാര്യങ്ങൾ നമ്മളെ മാതാപിതാക്കൾക്ക് പുറത്തിറങ്ങി നടക്കണം. ഇതൊക്കെ വേണ്ടേ? ഇതൊക്കെ നഷ്ടപ്പെടുകയാണ് നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വല്ല സ്നേഹിതന്മാരോ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ചെയ്യുന്നത് തെറ്റാണ്, ഇതൊരിക്കലും മുന്നോട്ട് പോവില്ല, പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ മക്കളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. എല്ലാവരോടും കൂടിയിട്ടാണ് പറഞ്ഞത്, വിൽക്കുന്ന ആളുകളോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എത്ര ആളുകളുടെ ജീവിതമാണ് കഷ്ടപ്പെടുത്തുന്നറിയോ? എത്ര മാതാപിതാക്കളുടെ കണ്ണീര് നിങ്ങൾക്ക് ഉണ്ടാവും എന്നറിയോ? അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവായിട്ട് നമ്മൾ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയില്ല. ഇതിനെക്കുറിച്ചിട്ട് നല്ലൊരു ക്ലാസ് ആരും കൊടുക്കാനില്ല. എനിക്കതാ തോന്നുന്നത്. കുറേ വിദ്യാഭ്യാസം മക്കൾക്ക് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലത് വരട്ടെ. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിരിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.